പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളൊരു സ്കിൻ കെയർ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഫസ്റ്റ് മെയിൻ തിങ് ആയിട്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് സ്കിൻ കെയർ ചെയ്യാൻ പറ്റുന്നത് മാത്രം സ്കിൻ കെയർ തുടങ്ങിയാൽ മതി. പിന്നെ നല്ല രീതിയിൽ ഉള്ള പേഷ്യൻസ് വേണം. ബിക്കോസ് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ തന്നെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആ ഒരു സെറം യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്, അത് അവർക്ക് വർക്കാവുന്നുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഒരിക്കലും വർക്കാവുന്നില്ല. കാരണം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല നിങ്ങളുടെ ഫ്രണ്ടിന്റെ സ്കിൻ ടൈപ്പ്. അപ്പോൾ രണ്ടാൾക്കും ആ ഒരു പ്രൊഡക്റ്റ് പെർഫോം ചെയ്യുന്നതിലുള്ള വ്യത്യാസം കൂടുതലായിരിക്കും. അവർക്ക് നല്ലതാണെങ്കിൽ അതിന് നേരെ വേഴ്സ് ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഒരു പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾ ഒരു വൈറലായിട്ടുള്ള പ്രൊഡക്റ്റ് കണ്ട് കുറെ ഇൻഫ്ലുവൻസേഴ്സ് അതിന്റെ റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒന്നും പോയിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നിൽക്കല്. എത്ര വലിയ ഡെർമറ്റോളജിസ്റ്റ് നല്ല റിവ്യൂ പറഞ്ഞാലും അത് നിങ്ങളുടെ സ്കിന്നിന് ആപ്റ്റ് ആവുന്നതാണോ എന്നുള്ള കാര്യത്തിൽ റിസർച്ച് ചെയ്ത് അത് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞായിരുന്നു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഏതൊരു പ്രൊഡക്റ്റ് നിങ്ങളെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കൊരു സെറത്തിന്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾ സെറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ സ്കിൻ കൺസേൺ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സ്കിന്നിന്റെ പ്രശ്നം, ആ ഒരു കൺസേൺ എന്താണ് അത് മനസ്സിലാക്കിയിട്ട് മാത്രം സെറം അപ്ലൈ ചെയ്യാൻ നിൽക്കുക. അല്ലാണ്ട് സാലിസിലിക് ആസിഡ്, നയാസിനമൈഡ്, ഹൈറോണിക് ആസിഡ്, വിറ്റാമിൻ സി അങ്ങനെ കുറെ ഉണ്ട്. അത് എല്ലാം കൂടി നിങ്ങൾ വാങ്ങിച്ചു കൂട്ടരുത്. അത് യൂസ് ചെയ്യാനും പാടില്ല. നിങ്ങളുടെ സ്കിൻ കൺസേൺ എന്താണ്, നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ആണോ, നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എന്താണോ നിങ്ങളുടെ ഇഷ്യൂ അതിനനുസരിച്ചുള്ള സെറം മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഞാൻ ബിഗിനേഴ്സിന് ഒരിക്കലും സെറം യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നമ്മുടെ സ്കിൻ കെയർ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനത്തിന് നമ്മുടെ സ്കിന്നിന്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ലെയറിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രൊഡക്റ്റ് സെറം മാത്രമാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ സെറം ഒരിക്കലും യൂസ് ചെയ്യേണ്ട. ഒരു സിമ്പിൾ ആൻഡ് ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യാൻ ജസ്റ്റ് 3 പ്രൊഡക്ട്സിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ഒരു ഗ്ലാൻസർ വേണം, മോയ്സ്ചറൈസർ വേണം, പിന്നെ നല്ല SPF പ്രൊട്ടക്ഷനുള്ള ഒരു സൺസ്ക്രീനും വേണം. ഇത് 3 മാത്രം മതി പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ ഫോളോ ചെയ്ത് പോകാനായിട്ട്. ഇത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങളുടെ സ്കിന്നിൽ നല്ല രീതിയിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. പിന്നെ സെറം, ടോണർ ഇതൊന്നും ഒരു ബിഗിനർക്ക് ഒരിക്കലും ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് സ്ക്രബ് യൂസ് ചെയ്യാം. വീക്ക്ലി ടോയ്സ് ഒക്കെ സ്ക്രബ് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് ഒരേ ടൈമിൽ ഒരു 10-20 മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റിന് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതെന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. ഒരേ ടൈം ഒരു 3-4 മോയ്സ്ചറൈസർ, 3-4 സൺസ്ക്രീൻ അതൊന്നും ഒരു ബിഗിനർ ഒരിക്കലും യൂസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത് അത് മാത്രം യൂസ് ചെയ്യുക. ആ പ്രൊഡക്റ്റിന് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള വേറൊരു കാര്യം, ഇത് നല്ല രീതിയിൽ പൈസ കിട്ടുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം പൈസ കയ്യിൽ നിന്ന് പോകുന്നുള്ളത് ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ ഓർമ്മിച്ചിട്ട് ഒരു സ്കിൻ കെയർ ചെയ്യാൻ ആലോചിക്കുക. പിന്നെ നിങ്ങൾക്ക് DIY സ്കിൻ കെയർ റൂട്ടീൻ മീൻസ് എല്ലാ പ്രൊഡക്ട്സും DIY ചെയ്ത് ഒരു സ്കിൻ കെയർ റൂട്ടീൻ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. ബൈ ഗൈസ്.